വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കെ സുധാകരനെ ചോദ്യം ചെയ്യാനൊരുങ്ങി അന്വേഷണ സംഘം. സുധാകരന് NM വിജയൻ കത്തെഴുതിയത് കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യൽ. KK ഗോപിനാഥന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. അർജുൻ PS ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, NM വിജയൻ കെ സുധാകരന് കത്തെഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നറിയാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യം ചെയ്യുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് NM വിജയം ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത് തന്നെ എത്രയിൽ സാമ്പത്തിക കടക്കണിയിലാണ് എന്നുള്ളത് അടക്കമുള്ള കത്ത് അയച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കത്തിന്റെ ഉൾവശം കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് സുധാകരനെതിൽ ഇടപെട്ടില്ല എന്നുള്ളതടക്കം പോലീസ് അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ KPCCക്ക് അടക്കം ഇതിൽ എന്തൊക്കെ പങ്കുണ്ട് എന്നുള്ളതടക്കം ഈ ആത്മഹത്യയുമായി പങ്കുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിലൂടെ തന്നെ ഈ ബാങ്കിലുണ്ടായ ഈ ബാങ്കിലെ ഈ ക്രമക്കേട് അതും കൂടെ പരിശോധിക്കും. അതും കൂടെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം MP അപ്പച്ചൻ അതുപോലെ തന്നെ KK ഗോപിനാഥ് എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഗോപിനാഥിന്റെ വീട്ടിലെത്തി പോലീസ് പരിശോധനയൊക്കെ നടത്തി ചില രേഖകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രേഖകളിൽ ഈ അന്വേഷണത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അവകാശപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കോടതിയിൽ പറഞ്ഞത് ഈ ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടു നൽകിയിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഈ ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രൂപീകരിച്ചതിൽ 9 അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത്. ഇതിൽ ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകുക മാത്രമാണ് ചെയ്യുക. അതിൽ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ പോലീസ് തന്നെ അന്വേഷിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത്തരത്തിൽ CPM-ഉം കോൺഗ്രസും ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് ഇത്തരത്തിൽ പ്രധാനമായും നേതൃത്വം നൽകാത്തത് എന്നുള്ളതടക്കമുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. എന്നിരുന്നാൽ തന്നെയും വരും ദിവസങ്ങളിൽ തന്നെ കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതേപോലെ തന്നെ IC ബാലകൃഷ്ണൻ 25-ാം തീയതി വരെ IC ബാലകൃഷ്ണൻ സമയം കൊടുത്തിട്ടുണ്ട്. സമ്മേളനവും അതുപോലെ സമ്മേളന കാലവും അത്തരത്തിൽ ഉള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് MLA എന്ന കൺസിഡറേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് 25-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 25-ാം തീയതിക്കുള്ളിൽ IC ബാലകൃഷ്ണനെയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.